ഹായ്, ഇത് വൈകുന്നേരത്തെ ഒരു ചെറിയ വ്ളോഗാണേ. അപ്പം മോന് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് വിശക്കുന്നതെന്നും പറഞ്ഞാണ് വന്നത്. വന്നപ്പോൾ ദേ ഏത്തയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഏത്തയ്ക്ക ഇത്തിരി പഴുത്ത് പോയിട്ടുണ്ടായിരുന്നേ. ഇത്തിരി പഴുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് തിന്നാനങ്ങ് മടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നെയ്ക്കകത്ത് വാട്ടിത്തരാം. ഇടയ്ക്കൊക്കെ അങ്ങനെ ഞാൻ നെയ്ക്കകത്ത് വാട്ടി കൊടുക്കാറുണ്ട്. അപ്പം പഴംപൊരി ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി എണ്ണയൊക്കെ അല്ലേ, എണ്ണയും മൈദായും. അപ്പോൾ ഇങ്ങനെയാണ് നെയ്ക്കകത്ത് വാട്ടി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ നെയ്ക്കകത്ത് വാട്ടി എടുത്തിട്ടുണ്ട്. എനിക്കും മോനും ചായയൊക്കെ റെഡിയാക്കി. മോള് ചായ കുടിക്കുകയില്ല കേട്ടോ, അതുകൊണ്ട് അവൾക്ക് പഴം വാട്ടിയത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അപ്പം മോള് അതേണ്ട ഒരു മാങ്ങ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ജ്യൂസ് അടിക്കുമെന്ന് പറഞ്ഞാൽ കഷ്ണിച്ചൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഈ മാങ്ങാണ്ടിയെന്ന് അതങ്ങ് ചെത്തി എടുക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങ് പല്ല് പുളിക്കുവാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് മതിയടി എടുത്താൽ മതിയടി എടുത്താൽ, എനിക്കത് കാണുമ്പം പല്ല് പുളിക്കുവേ. എല്ലാവർക്കുമൊക്കെ അങ്ങനെ ഉണ്ടാവോ. പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്, റെഡ് ലേഡി കപ്പളങ്ങായെ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് കഴിക്കാൻ. എന്നിട്ട് അതിൻ്റെ പുറത്തെ കളറ് കണ്ടോ. അപ്പോൾ അകം നല്ല ചുമന്നിരിക്കും. പക്ഷേ നമ്മുടെ സാധാരണ നാടൻ കപ്പളങ്ങ പോലെ അകം അങ്ങ് നല്ലപോലെ പൾപ്പി പോലെ ഇങ്ങനെ പഴുക്കുകയില്ല, ഇങ്ങനെ കടിച്ചിരിക്കുവേ. അതുകൊണ്ട് അതിനകത്ത് കുരുവും കാണുകയില്ല കേട്ടോ, ഒന്നോ രണ്ടോ കുരു, ചിലതിനകത്തോട്ട് ഒരു കുരു പോലും കാണത്തില്ല. പക്ഷെ നല്ല മധുരമാണേ. അതെല്ലാം മുറിച്ച് ഞങ്ങൾ കഴിക്കാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. മോന് ഇഷ്ടമില്ല കപ്പളങ്ങ കേട്ടോ, അവൻ കഴിക്കുകയില്ല. അവൻ കപ്പളങ്ങായും മാങ്ങായും ഒന്നും ഇഷ്ടമില്ല. ഇതിൻ്റെ തൈ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് മേടിച്ച് നട്ടു നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് തിന്നാൻ. ഇങ്ങനെ കടിച്ച് തിന്നുന്ന രീതിയിലിരിക്കും. അപ്പം ഞാനും മോളും അതൊക്കെ അങ്ങനെ കഷ്ണിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ 4 മണിത്തെ കാര്യമൊക്കെ കുശാലായി. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ. ബൈ ബൈ.